മഞ്ഞു മൂടിയ പുലരിയിൽ ചോലയുടെ സംഗീതം വഴികാട്ടുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത് കല്ലാർ ഗോൾഡൻ വാലിയുടെ ഹൃദയത്തിലേക്കാണ്. ഇത് വെറുമൊരു ട്രക്കല്ല, ജലവും കാടും ചേർന്ന് പറയുന്നൊരു കഥയാണ്. ഓരോ ചുവടും പ്രകൃതിയോട് ചേർന്നൊരു വാഗ്ദാനം. സ്വാഗതം ചോല ട്രക്കിലേക്ക്. പൊന്മുടിയിലുള്ള കല്ലാർ ഗോൾഡൻ വാലി എക്കോ ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ചെറിയ ഫോറസ്റ്റ് ട്രെക്കാണ് ഈ ചോല ട്രെക്ക്. അമാസ് എന്ന പേരുള്ള ഒരു ട്രെക്കിംഗ് കമ്പനീൻ്റെ കൂടെയാണ് ഞാൻ ഈ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്തത്. പാക്കേജ് അനുസരിച്ച് കല്ലാർ ഗോൾഡൻ വാലി എക്കോ ടൂറിസം ഓഫീസിൻ്റെ മുന്നിൽ രാവിലെ 8:30 എല്ലാവരും എത്തണം. എത്തിയതിന് ശേഷം ഞങ്ങളെ ഈ കമ്പനിയെക്കുറിച്ചും ഈ ട്രെക്കിനെ കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് കമ്പനിയുടെ PRO ആയ ബിജിൻ ചേട്ടനാണ്. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയത്. പബ്ലിക് ട്രാൻസ്പോർട്ടായ KSRTCയിലായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ട്രെക്കിലേക്ക് ഞങ്ങൾ പോയത്. ട്രെക്കിംഗ് വഴികൾ ഒരിടത്തും നമ്മളെ വെല്ലുവിളിക്കാറില്ല, പകരം നമ്മളെ പരീക്ഷിക്കുന്നു. ശരീരമല്ല, മനസ്സിനെ. നിശബ്ദതയോടെ എത്രത്തോളം നമ്മൾ കൂട്ടുകൂടാൻ തയ്യാറാണ് എന്ന പരീക്ഷണം. ചിലയിടങ്ങളിൽ വഴി പൂർണ്ണമായും മങ്ങിപ്പോകും. അപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് അടയാളങ്ങളല്ല, വിശ്വാസമാണ്. കാടിനെ വിശ്വസിച്ചാൽ കാട് നമ്മളെ കൈവിടില്ല. അങ്ങനെ കുറച്ചു നേരത്തെ ആനവണ്ടി യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തുന്നത് ഒരു അതിമനോഹരമായ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ബാക്കിയുള്ള യാത്ര തുടങ്ങുന്നത്. ഈ ചോല ഫോറസ്റ്റ് ട്രെക്ക് എന്ന് പറഞ്ഞാൽ 1 സൈഡ് 12 കിലോമീറ്റേഴ്സ് ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള ട്രെക്കിംഗ് ആണ്. അതിൽ നമ്മൾ പൊന്മുടിയുടെ 21ാമത്തെ ഹെയർ പിൻ മുതൽ ഏറ്റവും താഴെയുള്ള ഫസ്റ്റ് ഹെയർ പിൻ വരെ കാട്ടിനുള്ളിൽ കൂടെ ട്രെക്ക് ചെയ്തു വരുന്നു. ഇതാണ് ആ ഒരു പാക്കേജ്. ട്രെക്കിങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് ദൂരം നമ്മൾ പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടും ഉയരം കൂടിയ പുല്ലുകളുടെ ഇടയിലൂടെയാണ്. അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു 500-600 മീറ്റർ ഓപ്പൺ സ്പേസിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ശരിക്കുമുള്ള ചോലവനത്തിലേക്ക് കടക്കുന്നത്. നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാട് പണ്ടത്തെ ഒരു ടീ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ ഭാഗത്തുള്ളൊരു എസ്റ്റേറ്റ് ആയിരുന്നു ബ്രേമോർ എസ്റ്റേറ്റ്. ഈ ബ്രേമോർ എസ്റ്റേറ്റും പൊന്മുടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു കുതിരത്തടം, അതല്ലെങ്കിൽ കുതിരകൾക്ക് സഞ്ചരിക്കാനുള്ളൊരു വഴിയായിരുന്നു ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്. ഈ ഒരു ചോല ട്രെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇടയിലിടയിലായിട്ട് ചില സ്ഥലത്ത് ഒരു പീക്ക് കാണാൻ പറ്റും. വാനോളം മുട്ടി നിൽക്കുന്നൊരു പീക്ക്, അതാണ് വരയാട് മുട്ട. ഈ ഒരു ചോല ട്രെക്കിൽ ചിലയിടങ്ങളായിട്ട് നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടിടത്തും സെയിം ടൈപ്പ് മരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും, നല്ല ഉയർന്നു നിൽക്കുന്നത്. അത് ശരിക്കും തേയിലയുടെ മരമാണ്. മൂന്നാറിലും വയനാട്ടിലൊക്കെ നമ്മളത് വെട്ടിവെച്ച് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത മരങ്ങളായിരിക്കും. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ വളർന്നിരിക്കുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ പാടിയ മനോഹരമായ മലയാള ഗാനം ട്രെക്കിൻ്റെ ഓരോ ചുവടിലും പുതുമയുള്ള ആവേശം പകർന്നു. തുടർന്ന് ഞങ്ങൾ കാട്ടിനുള്ളിലെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് പോലെ തോന്നുന്ന ഒരു സ്ഥലത്തെത്തി.
ടീം ഗൈഡ് നേരത്തെ തന്നൊരുക്കിയിരുന്ന ഉച്ചഭക്ഷണം അവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. ആ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ അമ്പലവും ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്മാസ് അഡ്വഞ്ചർ ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ട്രെക്കിനിടയിൽ ഒരു സമയം പോലും നമ്മളുടെ ചിന്ത വേറൊരു ഭാഗത്തേക്ക് പോകാണ്ട് നോക്കും. അതായത് ഫുൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. ലൈക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഗെയിം കളിപ്പിച്ചുകൊണ്ടും പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും ഒക്കെ. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്ന സമയത്ത്, ട്രെക്കിങ്ങോ ഹൈക്കിങ്ങിനോ പോകുന്ന സമയത്ത് ലൈക്ക് നമ്മൾ കുറേ അവരെ കൂടെ കൂടിയിരുന്ന് സംസാരിച്ചും ഒക്കെ ചെയ്യുമെങ്കിലും ചില സമയം നമ്മളുടെ ചിന്ത നമ്മളുടേതായിട്ടുള്ള ലോകത്ത് പോവുകയും നമ്മൾ കുറച്ച് സൈലൻ്റ് ആവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ അമ്മാസിൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു സമയം പോലും അവർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അത്രയും നമ്മൾ ആ ട്രെക്കിങ്ങിൽ ഇൻവോൾവ് ആക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ചോല ട്രെക്കിൻ്റെ 95% നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തീരെ ടയേർഡ്നെസ്സോ അല്ലെങ്കിൽ വെയിലോ ചൂടോ ഒന്നും അനുഭവപ്പെടില്ല. അമാസ് ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇവർക്ക് 20 വർഷം ഈ ഒരു ഫീൽഡിലെത്തിയിട്ട്. ഈ ഒരു ട്രെക്കിംഗ് മാത്രമല്ല ഇവർക്കുള്ളത്, എല്ലാ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് റാപ്ലിംഗ്, മൗണ്ടൻ ക്ലൈംബിംഗ്, റിവർ ക്രോസിംഗ്, അങ്ങനെയുള്ള അനവധി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇവർക്കുണ്ട്. അങ്ങനെ ചോല ട്രെക്ക് അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു സ്ട്രീമുണ്ട്. വാട്ടർ സ്ട്രീമിൽ നമുക്ക് ഫ്രഷനപ്പ് ആവണമെങ്കിൽ ഫ്രഷനപ്പ് ആവാം. അതായിരുന്നു ഗൈഡിൻ്റെ നിർദ്ദേശം. ഈ ഒരു ചോല ട്രെക്കിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? മണച്ചാല ട്രെക്കിംഗ് എന്നാണ്. അതാണ് കല്ലാർ ഗോൾഡൻ വാലി എക്കോ ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന ട്രെക്കിംഗ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ചോല ട്രെക്കിംഗ് ആയിട്ട് അമ്മാസ് ഗ്രൂപ്പ് ഇത് നടത്തുന്നത്. ചോല ട്രെക്കിങ്ങും മറ്റനവധി ട്രെക്കിങ്ങിനെ കുറിച്ചും അറിയാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി അമ്മാസ് ഗ്രൂപ്പിൻ്റെ PRO ആയ ബിജിൻ ചേട്ടൻ്റെ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത യാത്രയിൽ കാണുന്നത് വരെ ബൈ.